ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഈ വർഷത്തെ +1 അഡ്മിഷന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ടൈം സ്റ്റാർട്ട് ചെയ്ത കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളും നിങ്ങൾക്ക് ആഗ്രഹമുള്ള കോഴ്സും തന്നെ കിട്ടുമോ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഡൗട്ട്. സോ നിങ്ങളുടെ ഫേവറേറ്റ് സ്കൂളും ഫേവറേറ്റ് കോഴ്സും എങ്ങനെയാണ് കിട്ടേണ്ടത്, അത് കിട്ടാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലായിരിക്കും കൂടുതൽ ചാൻസ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അതിന് മുൻപൊരു കാര്യം, മെയ് 29 ആപ്ലിക്കേഷൻസ് നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ആ ഡേറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം, പിന്നീട് നിങ്ങൾക്കൊരു അവസരം ഉണ്ടായിരിക്കുന്നതല്ല. സോ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ള സ്കൂളും കോഴ്സുമാണ് നിങ്ങൾ ആദ്യത്തെ ഓപ്ഷനായിട്ട് കൊടുക്കേണ്ടത്. ഇത് ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നതിൻ്റെ റീസൺ, എല്ലാ വർഷവും അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ വന്നിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട്, അയ്യോ എനിക്ക് ഈ സ്കൂൾ അല്ലായിരുന്നു വേണ്ടത്, അല്ലെങ്കിൽ ഈ കോഴ്സ് അല്ലായിരുന്നു വേണ്ടത് എന്നുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ ഒരു ഓപ്ഷൻസ് അവിടെ കൊടുക്കാനായിട്ട് പാടില്ല. ഇത് എല്ലാ വർഷവും കുട്ടികൾ റിപ്പീറ്റ് ചെയ്യുന്നൊരു മിസ്റ്റേക്സ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള സ്കൂളും ഏറ്റവും കൂടുതൽ ഏത് കോഴ്സ് കോമ്പിനേഷനാണോ നിങ്ങൾക്ക് വേണ്ടത് അത് തന്നെ ആയിരിക്കണം നിങ്ങൾ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് കൊടുക്കേണ്ടത്. ഇനി അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത് ഏതാണോ വേണ്ടത് അത് നിങ്ങൾ സെക്കൻഡ് ഓപ്ഷൻ കൊടുക്കുക. ഇങ്ങനെ നിങ്ങളുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ നൽകുന്നതിന് മുൻപായിട്ട് തന്നെ ഈ ഒരു ഓർഡർ എവിടെയെങ്കിലും എഴുതി വെക്കണം. ഈ ഒരു ലിസ്റ്റ് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. കാരണം നിങ്ങൾ പെട്ടെന്ന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മിക്കവാറും നിങ്ങൾ കഫേയിലൊക്കെ പോയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ നിന്ന് സ്വന്തമായിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പെട്ടെന്ന് ധൃതി പിടിച്ചിട്ട് ഇങ്ങനെ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് സ്കൂളുകൾ അലോട്ട്മെൻറ്റിൽ ലഭിക്കുന്നത്. നിങ്ങൾക്ക് വെയിറ്റേജ് അനുസരിച്ചിട്ടായിരിക്കും സ്കൂളുകൾ അലോട്ട് ചെയ്ത് കിട്ടുന്നത്. അതായത് നിങ്ങൾക്ക് SSLCക്ക് ലഭിച്ച മാർക്ക് ഏറ്റവും കൂടുതൽ A+ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓപ്റ്റ് ചെയ്ത സ്കൂളുകൾ തന്നെ കിട്ടും. അപ്പോൾ നിങ്ങളുടെ മാർക്ക്, അതുപോലെ തന്നെ നിങ്ങളുടെ സെയിം പഞ്ചായത്തിൽ തന്നെയുള്ള സ്കൂളിലാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് വെയിറ്റേജ് മാർക്കുണ്ട്. അതുപോലെ സ്വന്തം ജില്ലയിൽ തന്നെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിന് ബോണസ് പോയിൻ്റ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള എല്ലാ ബോണസ് പോയിൻറ്റുകളും നിങ്ങൾ ആഡ് ഓൺ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫുൾ A+ ഒന്നും ഇല്ല എന്നാണെങ്കിലും എങ്ങനെയൊക്കെയാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് വരുന്നത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അതായത് നിങ്ങൾ സയൻസിനാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ SSLCയുടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഇതിനൊക്കെയുള്ള മാർക്കാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കുട്ടിക്ക് സോഷ്യൽ സയൻസിൽ ഗ്രേഡ് വളരെ കുറവാണ്, പക്ഷേ ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലൊക്കെ ഫുൾ A+ ഉണ്ട് എന്നാണെങ്കിൽ സയൻസിന് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ സോഷ്യൽ സയൻസിൽ A+ ഉണ്ട്, ഇംഗ്ലീഷിലും A+ ഉണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് പെട്ടെന്ന് കിട്ടും. അതായത് നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, സയൻസ് കോഴ്സ് ഓപ്റ്റ് ചെയ്യുന്നവരുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഇതിൻ്റെ ഗ്രേഡാണ് വെയിറ്റേജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ് ഇതിൻ്റെയൊക്കെ മാർക്കാണ് ഹ്യൂമാനിറ്റീസ് കോഴ്സിന് കൺസിഡർ ചെയ്യുന്നത്. കോമേഴ്സ് ആണെങ്കിൽ മാത്സിൻ്റെയും ഇംഗ്ലീഷ് അങ്ങനെയുള്ള സബ്ജക്റ്റുകളുടെയൊക്കെ മാർക്കാണ് ഈ ഒരു കോഴ്സിനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്കിൻ്റെ ബേസിൽ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ട് കോഴ്സുകൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഇതൊന്നും അല്ലെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് ഏതാണോ അതിന് തന്നെ എപ്പോഴും ആദ്യം കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സപ്പോസ് നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു കാര്യമാണല്ലോ. അതുപോലെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാം. ട്രയൽ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നതിന് മുൻപായിട്ട് വരുന്നൊരു അലോട്ട്മെൻറ്റാണ്. ഇതിൽ നമുക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പം കിട്ടാൻ ചാൻസ് ഉള്ള സ്കൂളുകളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അത് നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഏത് സ്കൂളാണ് കിട്ടുന്നത് എന്നൊക്കെ. ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ് വരാറുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു സെക്കൻഡ് തോട്ട് തോന്നുവാണെങ്കിൽ ഒന്നുകൂടി ഇരുന്നിട്ട് ആ ഓപ്ഷൻസൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസ് ഒന്നുകൂടെ മാറ്റി കൊടുക്കാനൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടിയും നല്ലതായിരിക്കും. അതുപോലെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാക്സിമം മിസ്റ്റേക്സ് ഒന്നും വരാതെ നോക്കുക. ഇതൊക്കെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ആരും അപ്ലൈ ചെയ്യാൻ മറന്നു പോകരുത്. ഇന്ന് തന്നെ പെട്ടെന്ന് പോയിട്ട് കംപ്ലീറ്റ് ചെയ്യാം.
നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും.